ഉത്തർപ്രദേശിനെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ കഥകൾ ഒന്നുമല്ലായിരുന്നു. അതിനേക്കാൾ പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഉത്തർപ്രദേശിലെ രണ്ടാമത്തെ ദിവസം. പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഗ്രാമക്കാഴ്ചകൾ കാണാനായി ഇറങ്ങി. കാഴ്ചകൾ കാണാനായി നടന്നു തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ഇവിടുത്തെ കൃഷിസ്ഥലത്തു കൂടിയാണ് എന്റെ യാത്ര. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഇരുന്ന് കുറച്ച് സ്ത്രീകൾ എന്തോ ജോലി ചെയ്യുന്നത് കണ്ട് നേരെ അടുത്തേക്ക് ചെന്നു. ഇവരിവിടെ ചാണകവും വൈക്കോലും കൂട്ടിക്കലർത്തി പരത്തിയെടുത്ത് ഉണക്കുകയാണ്. ചോദിച്ചപ്പോൾ പാചകത്തിന് വിറകിന് പകരമായി ഉപയോഗിക്കാനാണെന്നാണ് പറഞ്ഞത്. ഇവിടങ്ങളിൽ മിക്ക വീടുകളിലും വിറകിന് പകരം ഇത്തരത്തിൽ ഉണക്കിയെടുത്ത ചാണകഷ്ണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ കൂടുതലും കൃഷിസ്ഥലമായതുകൊണ്ട് വിറക് കിട്ടുന്നത് സ്വല്പം പ്രയാസമാണ്. ഗ്യാസിനാണെങ്കിൽ നാട്ടിലെ വില തന്നെയാണ് ഇവിടെയും. ഇവരുടെ ഒരു ദിവസത്തെ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില ഇവരെ കൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഗ്യാസിന്റെ വില വർധനവിനെ കുറിച്ച് വേവലാതിപ്പെടാതെ പ്രകൃതി വഴി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഇവരുടെ ഈ രീതി പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു ഗ്രാമം പൂർണ്ണമായും ഒരു കാർഷിക ഗ്രാമം തന്നെ. കൃഷിയെ ആശ്രയിച്ച് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം. ഇവിടെയുള്ള മിക്ക ആളുകൾക്കും 3-4 ഏക്കർ കൃഷിസ്ഥലം സ്വന്തമായി തന്നെ ഉള്ളതാണ്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭൂരിഭാഗം ഭക്ഷ്യവസ്തുക്കളും ഇവർ സ്വയം വിളയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയ ഒരു ഗ്രാമം എന്ന് തന്നെ പറയാം. പരമ്പരാഗതമായ കൃഷി രീതികൾ തന്നെയാണ് ഇപ്പോഴും. ഈ ഒരു ആധുനിക കാലത്തും നിലമുഴാനായി കാളയും കലപ്പയും തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കരിമ്പ്, നെല്ല്, കടുക്, ഉരുളക്കിഴങ്ങ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കൃഷികൾ. ഈ കാണുന്നത് കടുക് കൃഷിയാണ്. ഇത് ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് കൂടുതലും കൃഷി ചെയ്യാറ്. വിളവെടുത്ത കടുക് ആട്ടി എണ്ണയായി ഉപയോഗിക്കുന്നു. ഇവിടെ ഭൂരിഭാഗം ആളുകളും പാചകത്തിന് കടുകെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരിടത്ത് കണ്ടതാണ് ഉരുളക്കിഴങ്ങ് കൃഷിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ചാല് വെട്ടി കിഴങ്ങ് വെച്ച് വളമിട്ട് പോകുന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉരുളക്കിഴങ്ങ് കൃഷി ഉണ്ടെങ്കിലും ഉൽപാദനത്തിന്റെയും ഉപയോഗത്തിന്റെയും കാര്യത്തിൽ UP തന്നെയാണ് മുൻനിരയിൽ. തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു തോട്ടത്തിൽ കരിമ്പിന്റെ വിളവെടുപ്പാണ്. ഒരു സ്ത്രീ ഇവിടെ നിന്ന് കരിമ്പ് വെട്ടിയെടുക്കുന്നു. ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതരം ഗോത്രവർഗ്ഗക്കാരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കരിമ്പ് വെട്ടാൻ കോടാലി പോലെയുള്ള ഒരു ആയുധമാണ് ഇവർ ഉപയോഗിക്കുന്നത്. വെട്ടിയെടുത്ത കരിമ്പുകൾ വിറക് കെട്ടുന്നത് പോലെ കെട്ടിയെടുക്കുന്നുണ്ട്. കരിമ്പിന്റെ തലപ്പ് വെട്ടി കന്നുകാലിക്ക് തീറ്റയായി നൽകും. ഇതെല്ലാം കൂട്ടിക്കെട്ടാൻ കയറിന് പകരം പുല്ല് ചെത്തി പിരിച്ചെടുത്ത കയറുകളാണ്. ഈ ഒരു രീതിയിലാണ് പുല്ലുപയോഗിച്ച് കയറ് പിരിച്ചെടുക്കുന്നത്. ഇവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഒരു ആവശ്യം മുൻപിൽ കണ്ടുകൊണ്ട് കരിമ്പ് കൃഷി തുടങ്ങുമ്പോൾ തന്നെ വരമ്പിലൂടെ ഈ ഒരു പുല്ലും വച്ചു പിടിപ്പിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ആലോചിക്കുന്നത് എത്ര മുൻധാരണയോടെയാണ് ഇവർ ഓരോ ചെറിയ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതെല്ലാം പരമ്പരാഗതമായി കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങളാവാം. എന്നാൽ ഇതിന് നേരെ വിപരീതമായി മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഒരു ജലസ്രോതസ്സിനെ എങ്ങനെ മലിനമാക്കാം എന്നതിനുള്ള വലിയൊരു ഉദാഹരണം. ഇതൊരു കനാലാണ്. കുട്ടികളുടെ ഡയപ്പറുകൾ ഒരു വശത്ത് കൊണ്ട് തള്ളിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഏതോ കോഴി ഫാമിൽ നിന്ന് ചത്ത കോഴിക്കുഞ്ഞുങ്ങളും. ഞാൻ പലപ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന സ്ഥിരം കാഴ്ചകളാണിത്. ഒഴുകുന്ന ഒരു ജലാശയം ഉണ്ടെങ്കിൽ അവിടെ വേസ്റ്റേജുകൾ തള്ളാനുള്ളതാണെന്നുള്ള ഒരു ധാരണയാണ് ഇവർക്കെന്ന് തോന്നുന്നു. ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഇവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ലാത്തത് കൊണ്ടാവാം. സമയം ഏകദേശം 10 മണിയായി. ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിന് ഇവിടെ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ഒരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടം വരെ ഒന്ന് പോകാമെന്ന് സൽമാൻ പറഞ്ഞിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ സൽമാന്റെ സഹോദരന്റെ കല്യാണമാണ്. കല്യാണത്തിന് വേണ്ടിയുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഇടപാട് മുൻകൂട്ടി നടത്താൻ വേണ്ടിയാണ് മാർക്കറ്റിലേക്കുള്ള ഇപ്പോഴത്തെ പോക്ക്. അങ്ങനെ ഇവിടെ അത്യാവശ്യം തിരക്കുള്ള ഒരു മാർക്കറ്റിലെത്തി. ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഓട്ടോകളാണ് കൂടുതലും. 8-10 പേർക്ക് വളരെ ഈസിയായി ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാം. ഇവിടെ മിക്ക ഗ്രാമപ്രദേശങ്ങളിലേക്കും ബസ് സർവീസുകളില്ല. പകരം ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ഓട്ടോകളെയാണ് ഈ ഒരു ഗ്രാമത്തിലുള്ളവർ ആശ്രയിക്കുന്നത്. നേരെ ഒരു ചിക്കൻ കടയിലേക്കാണ് ചെന്നത്. സൽമാന്റെ സഹോദരന്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയുള്ള ചിക്കൻ ഓർഡർ കൊടുക്കണം. അങ്ങനെ ഒരു ചിക്കൻ കടയിലെത്തി. ചിക്കന്റെ കാലുകൾ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ഒന്ന് ശ്രദ്ധിച്ചതാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള കച്ചവടം. കോഴികളുടെ ഓരോ പാർട്സും തരംതിരിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ വിലയാണ്. ഇവിടെ ഒരാൾ ഇറച്ചി വാങ്ങിയിട്ട് ചിക്കന്റെ കാലുകൾ ഫ്രീ ആയി ചോദിച്ചു വാങ്ങുന്നു. എനിക്ക് തോന്നുന്നത് ഇവരിത് കറിയിൽ ഉപയോഗിക്കാറുണ്ടെന്നാണ്. നാട്ടിലിത് വേസ്റ്റായി തള്ളിക്കളയുന്ന ഭാഗങ്ങളാണ്. ഇവർക്ക് ഇതൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാകുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ്. ഇവിടെ മാംസം മാത്രമായി 1 കിലോയ്ക്ക് 130 രൂപയാണ് വില. നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള കുറവ്. അടുത്തത് നേരെ മട്ടൻ കടയിലേക്ക്. അങ്ങനെ കല്യാണത്തിനുള്ള മട്ടനും ഓർഡർ നൽകി.
ഇവിടെ കിലോയ്ക്ക് മട്ടന് 500 രൂപയാണ് വില. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മട്ടനും നല്ല രീതിയിലുള്ള വിലക്കുറവുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഒരുപാട് LED ലൈറ്റുകൾ പിടിപ്പിച്ച ഒരു ബൈക്ക്. കൗതുകത്തോടെ ഞാൻ ആ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതെല്ലാം സ്വന്തമായി തന്നെ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. സ്വന്തം വാഹനത്തോടുള്ള അടങ്ങാത്ത ഇഷ്ടവും മറ്റുള്ളവരുടെ മുമ്പിൽ വ്യത്യസ്തമായി പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹവുമാണ് ഈ ഒരു വാഹനം ഇങ്ങനെയാവാനുള്ള കാരണം. സൽമാൻ മാർക്കറ്റിൽ നിന്ന് ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത്. മീനും കുറച്ച് പച്ചക്കറിയും. അങ്ങനെ ഞങ്ങൾ മീൻ വിൽക്കുന്ന മാർക്കറ്റിലേക്ക് ചെന്നു. വളർത്തു മീനുകളാണ് ഇവിടെ വിൽപ്പന. നാട്ടിലെ പോലെ കടൽ മീനുകൾ ഇവിടെ കിട്ടാറില്ല. ജീവനോടെയുള്ള മീനുകളാണ് എല്ലാം. 1 കിലോയ്ക്ക് 150 രൂപ മുതൽ 200 രൂപ വരെയാണ് വില. അങ്ങനെ 150 രൂപയ്ക്ക് 1 കിലോ മീൻ വാങ്ങി. പിന്നീട് ഞങ്ങൾ കുറച്ച് പച്ചക്കറി വാങ്ങാനാണ് പോയത്. പച്ചക്കറികളെല്ലാം റോഡരികിൽ തന്നെയാണ് വിൽപ്പന. പ്രത്യേകിച്ച് കടകളൊന്നുമില്ല. ഉന്തുവണ്ടിയിൽ പച്ചക്കറി നിരത്തിയിട്ടിട്ടുള്ള കച്ചവടങ്ങളാണ് കൂടുതലും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരികെ പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഇവിടെ ഒരു കുളത്തിൽ 2 പേർ സിംഗാള പറിക്കുന്നത് കണ്ട് നേരെ അടുത്തേക്ക് ചെന്നു. എന്റെ മുമ്പുള്ള വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഉന്തുവണ്ടിയിൽ വിൽപ്പന നടത്തുന്നതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് നേരിട്ട് പറിക്കുന്നത് കാണാൻ കഴിഞ്ഞു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ഒരു പായലിന്റെ അടിയിൽ നിന്നാണ് ഇവരിത് പറിച്ചെടുക്കുന്നത്. ഇതിന്റെ വിലയൊന്നറിയാൻ വേണ്ടി വെറുതെ ഒന്ന് ചോദിച്ചതാണ്. ഇവരിത് ചില്ലറ വിൽപ്പന നടത്താറില്ല. പകരം കച്ചവടക്കാർക്ക് മൊത്തമായി നൽകാറാണ് പതിവ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് 3-4 വെറുതെ തന്നു. ഇത് പച്ചക്ക് കഴിക്കുമ്പോൾ സാധാരണ ചീനിക്കിഴങ്ങ് കഴിക്കുന്നത് പോലെ തന്നെ തോന്നും. പക്ഷെ ഇവിടെയുള്ള ആളുകൾ ഇത് പുഴുങ്ങിയാണ് കഴിക്കാറ്. ഇത് പുഴുങ്ങി ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവർ മാർക്കറ്റിൽ ധാരാളമുണ്ട്. അങ്ങനെ വെറുതെ കിട്ടിയ സിംഗാള വാങ്ങി ബാഗിലാക്കി തിരികെ സൽമാന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് 2 സൈക്കിളിൽ കുറച്ച് ചാക്കിൽ എന്തോ കൊണ്ടുവരുന്നത് കണ്ട് സൽമാനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇതെല്ലാം മണൽ ചാക്കുകളാണ്. അന്വേഷിച്ചപ്പോൾ 3-4 കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ചാക്കിലാക്കി സൈക്കിളിൽ ഉന്തിക്കൊണ്ടുവരുന്നവരാണ്. വരുന്നതിനിടയിൽ മടുത്തപ്പോൾ നിർത്തിയിട്ടതാണ്. മണൽ ചാക്കിലേക്ക് കമ്പ് കൊണ്ട് ഊന്നു കൊടുത്താണ് സൈക്കിൾ നിർത്തിയിട്ടിരിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള മണലുകളാണ്. ഇതിന്റെ വിലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചാക്കൊന്നിന് 40 രൂപയാണ് നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചു കൊടുത്താൽ ഇവർക്ക് കിട്ടുന്നത്. ഒരു സൈക്കിളിലാണെങ്കിൽ 7 ചാക്കുകളാണ് ഉള്ളത്. ഒരു ട്രിപ്പിന് ഏകദേശം 280 രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. ഒരു ദിവസം 2-3 ട്രിപ്പുകൾ എടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ലീഗലായി ചെയ്യുന്ന കാര്യങ്ങളാണോ എന്ന് അവരോട് വെറുതെ ഒന്ന് ചോദിച്ചു. പിടിക്കപ്പെട്ടാൽ പ്രശ്നമാവുമെന്നാണ് അവരും പറഞ്ഞത്. കേരളത്തിലാണെങ്കിലും അങ്ങ് UP-യിലാണെങ്കിലും മണലിന്റെ കാര്യത്തിൽ നിയമങ്ങൾ ഒന്ന് തന്നെ. പോകുന്ന വഴിക്ക് ഇവിടുത്തെ സർക്കാർ ഹോസ്പിറ്റലിലൂടെ ഒന്ന് കാണണമെന്ന് സൽമാനോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ തുളസിപൂർ എന്ന ഗ്രാമത്തിലെ സർക്കാർ ഹോസ്പിറ്റലിലെത്തി. ഗ്രാമമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. ഇവിടെ കിടപ്പ് ചികിത്സ ഇല്ലാത്തത് കൊണ്ട് ആഴ്ചയിൽ 1 മാത്രമാണ് ഡോക്ടർ ഇവിടെ വരുന്നത്. എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റലിലേക്കാണ് ഇവർക്ക് പോകേണ്ടത്. അത്യാവശ്യം പ്രാഥമിക ചികിത്സകൾ നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്. മെഡിസിനും മെഡിക്കൽ ഷോപ്പിലേക്കുള്ള പ്രിസ്ക്രിപ്ഷനും ഇവിടെയുള്ള സ്റ്റാഫ് തന്നെയാണ് നൽകുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെ ഒരു മെഡിക്കൽ ഷോപ്പുമുണ്ട്. അത്യാവശ്യം മരുന്നുകളെല്ലാം ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഇവിടെയുള്ളവർ വാങ്ങുന്നത്. അങ്ങനെ ഞാൻ നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് നടന്നു. മെഡിക്കൽ ഷോപ്പിനടുത്ത് കണ്ടതാണ് ഇവിടെ കുറച്ച് കുട്ടികൾ കൂടിയിരിപ്പുണ്ട്. അവധി ദിവസം ആയതുകൊണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിലെ ആളിനെ ഏൽപ്പിച്ചതാണ്. മാതാപിതാക്കൾ ജോലിക്ക് പോയി വരുന്നത് വരെ കുട്ടികൾ ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് പറഞ്ഞത്. ഇനി നേരെ സൽമാന്റെ വീട്ടിലേക്ക്. ഇനി നാളെ വേണം സൽമാന്റെ സഹോദരന്റെ കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാൻ.